ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറിയാണ്. അതിൽ പെർട്ടർബേഷൻ തിയറി ഡീജനറേറ്റ് കേസിൽ നോൺ ഡീജനറേറ്റ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നോൺ ഡീജനറേറ്റ് കേസിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് അതിൽ ഒരു ഈ മൊഡ്യൂളിൻ്റെ തന്നെ ലാസ്റ്റ് ടോപ്പിക്കും ഡീജനറേറ്റ് കേസിലെ കുറച്ച് ആപ്ലിക്കേഷനായ സ്റ്റാർക്ക് എഫക്റ്റ് ഇൻ ഹൈഡ്രജനിലെ സ്റ്റാർക്ക് എഫക്റ്റും അതിൽ പെർട്ടർബേഷൻ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഹൈഡ്രജൻ ആറ്റത്തെക്കുറിച്ച് പറയാച്ചാൽ വി ഹാവ് ഹൈഡ്രജൻ ആറ്റം ഈസ് സ്ഫെറിക്കലി സിമ്മട്രി. ഈ സിമ്മട്രി ഒരു ഇലക്ട്രോൺ ഒരു പ്രോട്ടോൺ ഉണ്ട്. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്ഫെറിക്കൽ സിമ്മട്രിക് ആണെന്ന് പറഞ്ഞത് സ്ഫെറിക്കലി സിമ്മട്രി മൂലം അതിന് എന്താണ് ദർ ഇസ് എ സിമ്മട്രി ദർ ഇസ് അസോസിയേറ്റഡ് വിത്ത് എ ഡീജനറസി. സോ ഈ സ്ഫെറിക്കൽ സിമ്മട്രി മൂലം ഹൈഡ്രജൻ ആറ്റത്തിലെ ഡീജനറസി ലെവൽസ് ഉണ്ടായിരിക്കും. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജീസ് നമുക്കറിയാം. ഇഫ് എൻ ഈസ് ദ ക്വാണ്ടം നമ്പർ എൻ, ദെൻ എനർജി എന്താണ്? Energy E0 as we can write E0 as minus ZE square by 2A0 n square, where A0 is the Bohr radius, Z is the atomic number, and E is the charge, and N is the principal quantum number. അപ്പം എനർജി എപ്പോഴും എന്നിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ബേസ്ഡ് ഓൺ ലെവൽസ് മാറുന്നതിനനുസരിച്ചാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് മാറുക. അപ്പം ഈ എൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഫോർ എ ഗിവൺ എന്നിൻ്റെ വാല്യൂവിനനുസരിച്ച് എൽ വാല്യൂം കറസ്പോണ്ടിങ് എം വാല്യൂം വാരി ചെയ്യും. അത് നമുക്കറിയാം. ഫോർ എ ഗിവൺ എൻ, L value varies from 0 to n minus 1 and m value varies from minus L to plus L. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ മൈനസ് എൽ ടു പ്ലസ് എൽ വരെ വാരി ചെയ്യുമ്പോൾ ദർ ആർ 2l+1 വാല്യൂസ് ഈസ് ഈക്വൽ ടു 2l+1 വാല്യൂസ്. ഇതിൽ 0 ഇൻക്ലൂഡഡ് ആണോ അല്ലെന്ന് ഈ എല്ലിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇഫ് എൽ ഈസ് ആൻ ഇൻറ്റീജർ വിച്ച് ദർ വിൽ ബി എ 0. ഇഫ് എൽ നോൺ ഇൻറ്റീജർ അല്ല ഒരു ഫ്രാക്ഷണൽ വാല്യൂസ് ആണെങ്കിൽ അവിടെ 0 ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പം നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് വരികയാണ്. ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് n is equal to 1. n 1 ആകുമ്പം എല്ലിൻ്റെ വാല്യൂ 0 to 1 minus 1 0. So there are only one L level which is 0. എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പം n 1 ആകുമ്പം L 0 ആവും. എല്ലിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 0. അപ്പോൾ അവിടെ ഓൺലി വൺ സ്റ്റേറ്റേ ഉള്ളൂ വിച്ച് ഈസ് എന്താണ്? നോൺ ഡീജനറേറ്റ് ആണ്. കാരണം n is equal to 1 കറസ്പോണ്ടിങ് ആയിട്ട് ഓൺലി വൺ ലെവലേ ഉള്ളൂ. അതിനെ നമുക്ക് U100 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ആ U100 എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഹൈഡ്രജൻ ആറ്റത്തിലെ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം U10 വിച്ച് ഈസ് എന്താണ്? നോൺ ഡീജനറേറ്റ്. കാരണം എന്തായിരുന്നു ഡീജനറസി? ഡിഫറെൻറ്റ് ലെവൽസ് ഹാവ് സെയിം എനർജി. ഇവിടെ സെയിം എനർജി ഉള്ള ഓൺലി വൺ ലെവൽസേ ഉള്ളൂ. സോ ദാറ്റ് ലെവൽസ് നോൺ ഡീജനറേറ്റ്. സോ ഓക്കെ, നമുക്ക് വി ഹാവ് ടു കൺസിഡർ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഫോർ ഫസ്റ്റ് excited state the value of n becomes 2, then the value of L become 0 and 1. ഈ ബേസ്ഡ് ഓൺ എല്ലിൻ്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് എമ്മിൻ്റെ വാല്യൂ എഴുതാം. ഓക്കെ, സോ ഫോർ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് FES n is equal to 2, then L becomes 0 and 1. For L is equal to 0, m is equal to 0. For L is equal to 1, there are 3 m values. m is equal to minus 1, m is equal to 0, m is equal to plus 1. ദാറ്റ് ഈസ് ഫോർ n is equal to 2 എന്നുള്ള ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലെവൽസിലൊക്കെ എനർജി എന്താണ്? സെയിം ആണ്. ദർ ആർ 4 ഡിഫറെൻറ്റ് എനർജി ലെവൽസ്. ഓക്കെ അല്ലേ? ഈ 4 ഡിഫറെൻറ്റ് എനർജി ലെവൽസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള എനർജി എന്ത് തന്നെയായിരിക്കും? മൈനസ് ZE സ്ക്വയർ ബൈ 2A0 n സ്ക്വയറിന് പകരം 4 സ്ക്വയർ അല്ല 2 സ്ക്വയർ, ദാറ്റ് ഈസ് 4. ഓക്കെ, അപ്പം ഈ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് 4-fold ഡീജനറസിയാണ്, അല്ലെങ്കിൽ വിച്ച് ആർ ഡീജനറേറ്റ് സ്റ്റേറ്റ് വിച്ച് ഈസ് 4-fold ഡീജനറസി. ഇതിൽ ഓരോ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഇതിനെ U200 പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. UNLM ഫോർ n is equal to 2, L is equal to 0, m is equal to 0. This is U. n is equal to 2, L is equal to 1, m is equal to minus 1. U. n is equal to 2, L is equal to 1, m is equal to 0, and U2, L is equal to 1, m is equal to 1, 2, 1, 1. അപ്പം U200, U21 minus 1, U210, U211 are the first excited state which is 4 ഡീജനറസി. അതിന് എല്ലാം എന്താണ്? 4-fold ഡീജനറസി എന്ന് പറയാം. അല്ലെങ്കിൽ ഈ 4 ലെവൽസിൻ്റെയും എനർജി എന്താണ്?
സെയിം ആണ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഏകദേശം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, സീമൻ എഫക്റ്റിൽ പറഞ്ഞിരുന്നു നമ്മളെപ്പോഴും ഈ ഡീജനറസി പെർട്ടർബേഷൻ വരുമ്പം റിമൂവ് ചെയ്യും. അത് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെ സ്പ്ലിറ്റിംഗ് ഉണ്ട്. അപ്പം ഈ റിമൂവൽ എങ്ങനെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അതിന് മുന്നേ ഞാനൊരു കാര്യം വിട്ടുപോയി, സ്റ്റാർക്ക് എഫക്റ്റ് എന്താണെന്ന് പറയാൻ മറന്നുപോയി. അപ്പോൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്താണ്? ഹൈഡ്രജൻ ആറ്റം ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പം അതിൻ്റെ എനർജി ലെവൽസ് എന്തായി പോകുന്നുണ്ട്? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിന അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സാണ് എന്ത്? സ്റ്റാർക്ക് എഫക്റ്റ്. നമുക്കറിയുന്ന കാര്യം ഞാൻ വിട്ടുപോയതാണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ ഇങ്ങനെ ഈ 4 ഫോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് 4 ഫോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഓൾറെഡി ഹൈഡ്രജൻ ആറ്റത്തിലുള്ള ലെവൽസാണ്. ഇങ്ങനെ ഈ ഒരു ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പം അതിൻ്റെ എന്തുണ്ടാവും? സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി ലെവൽസ് എന്തായില്ല സ്പ്ലിറ്റ് ചെയ്യും. ഇതിനെയാണ് സ്റ്റാർക്ക് എഫക്റ്റ്. അത് എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ആ സ്പ്ലിറ്റിങ്ങും ഇതിപ്പം പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് പോകുമല്ലേ, കാരണം ഇതിലൊക്കെ എന്താണ്? സെയിം എനർജിയാണ്. പക്ഷെ സ്റ്റാർക്ക് എഫക്റ്റിൽ അങ്ങനെ ആയിരിക്കില്ല. ഒരു ലെവലിൽ 2 എനർജി ഡിഫറൻസ് ഉള്ള ലെവൽസായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പം ഡീജനറസിയും സ്പ്ലിറ്റിങ്ങും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എല്ലാ ലെവൽസിനും 4 ഫോൾഡ് ഡീജനറസി മീൻസ് ഈ 4 ലെവൽസിനും സെയിം എനർജിയാണ്. പക്ഷെ സ്റ്റാർക്ക് എഫക്റ്റിൽ എനർജി തന്നെ എന്തായിപ്പോവും? എനർജി ലെവൽസാണ് സ്പ്ലിറ്റ് ആയി പോവുക. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ പെർട്ടർബേഷൻ തിയറി യൂസ് ചെയ്തിട്ടാണ് കാണാം. ആദ്യം ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കാണും. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ വാല്യൂ n=1, l=0, m=0 വിച്ച് ഈസ് നോൺ ഡീജനറേറ്റ് ആണ്. അപ്പം നോൺ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി ഇവിടെ. അതിന് മുന്നേ നമുക്ക് ഹാമിൽട്ടോണിയൻ കിട്ടണം. ഹാമിൽട്ടോണിയൻ h=h0 + h' അല്ലെങ്കിൽ h0 + സ്മോൾ പെർട്ടർബേഷൻ v എന്നുള്ള ഫോമിൽ എഴുതാൻ കഴിയണം. ആ പാരാമീറ്റർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഫോർ നോൺ ഡീജനറേറ്റ് കേസ് എന്തായിരുന്നു? v h' ആണ് നമ്മൾ എടുത്തത്. എന്തായാലും ആ സ്മോൾ പാരാമീറ്റർ ആ ഒരു പെർട്ടർബേഷനാണ് നമ്മൾ v ആണെങ്കിലും h' ആണെങ്കിലും അല്ലെങ്കിൽ ഡെൽറ്റ h ആയാലും റെപ്രസെൻ്റ് ചെയ്തത്. സോ അതൊന്നും കൺഫ്യൂഷൻ വേണ്ട. അപ്പം എന്തായിരുന്നു? v അല്ലെങ്കിൽ h'. അപ്പം നമുക്ക് ആദ്യം v or h' എന്താണെന്ന് കണ്ടുപിടിക്കാം. ദെൻ ഗ്രൗണ്ട് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആണ് നമ്മൾ എന്തെടുത്ത്? u100 ഇസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ വേവ് ഫംഗ്ഷനാണ്. ഈ 4 ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള വേവ് ഫംഗ്ഷനാണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള പെർട്ടർബേഷൻ തിയറി യൂസ് ചെയ്തിട്ട് എനർജി കറക്ഷൻ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഹാമിൽട്ടോണിയൻ എഴുതി. സ്റ്റാർക്ക് എഫക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ h=h0 + EEZ. ഈ h0 പറഞ്ഞാൽ അൺപെർട്ടർബ്ഡ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ ആണ്. വെൻ പ്ലേസ്ഡ് ഇൻ an ഇലക്ട്രിക് ഫീൽഡ് ദർ വിൽ result in a perturbation, a small amount of perturbation as E into Z. Okay, when we have to calculate the first order correction to energy for the ground state, we get V100 of 1 equation and then psi0 V psi0. Put psi0 as U100 V U100. V എന്താണ്? E into Z. h' എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻ്റ് ചെയ്യാൻ തന്നെ. Then which can be represented as substitute V എന്താണ്? E into U100 yet U100. ഇതൊരു സ്കേലാർ ബ്രാക്കറ്റ് ആണല്ലോ. അത് സ്വിച്ചിങ് ഇൻ ടു ഇൻ്റഗ്രേഷൻ ഫോം. ദെൻ വി ഗെറ്റ് E into integral dq bar into modulus U100 square Z. In polar coordinates we have to define dq bar as r square sin theta dr d theta d phi and Z is equal to r cos theta. Substituting in the integration we get E100 of 1 as E into then r square into r becomes r cube dr. Then range of r varies from 0 to infinity, theta varies from 0 to pi and cos phi varies from 0 to 2pi. Then integration എന്താവും? ഇവിടെ r സ്ക്വയറും r കൂടെ കമ്പൈൻ ചെയ്തിട്ട് r ക്യൂബ് ഉണ്ട്. r ക്യൂബ് dr ഇൻ്റഗ്രൽ 0 to pi. ഇവിടെ U100 സ്ക്വയർ ഉണ്ട്. ദെൻ സെറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കോസ് തീറ്റ ഉണ്ട്. ദെൻ സൈൻ തീറ്റ d തീറ്റ. ദെൻ ഇൻ്റഗ്രൽ 0 to 2pi വരെ d phi. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്താവും? ഇവിടെ ഒരു ടേം കോസ് തീറ്റ സൈൻ തീറ്റ എന്നുള്ള ടേം ഉണ്ട്. ആ ടേം എന്താ ഇപ്പോൾ
വാനിഷ് ആയി പോകും. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് തീറ്റ സൈൻ തീറ്റ പാരിറ്റിനെ കുറിച്ചൊക്കെ. ഇവിടെ പാരിറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ കോസ് തീറ്റയ്ക്ക് ഓഡ് പാരിറ്റിയും സൈൻ തീറ്റയ്ക്ക് ഈവൻ പാരിറ്റിയും ആണുള്ളത്. കോസ് തീറ്റയ്ക്ക് ഓഡ് പാരിറ്റിയും സൈൻ തീറ്റയ്ക്ക് ഈവൻ പാരിറ്റിയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് പ്ലെയിൻ പോളാർ SPC ആണ്. SPC ആണെങ്കിലും പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സ് ആണെങ്കിലും പോളാർ കോർഡിനേറ്റ്സിലുള്ള സ്പെഷ്യാലിറ്റി അപ്പോൾ പാരിറ്റി ഓപ്പറേഷൻ ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. പോളാർ ഓക്കെ, അതിന് മുന്നേ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ഓഡ് പാരിറ്റി ഈവൻ പാരിറ്റിയും വന്നു. ഇനി പോളാർ കോർഡിനേറ്റ്സിൽ Z-Z ആവുക മീൻസ് എന്താണ്? പാരിറ്റി റിവേഴ്സൽ അല്ലേ. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ തീറ്റ എന്താവണ്ടേ? പൈ മൈനസ് തീറ്റ. കാരണം പോളാർ കോർഡിനേറ്റ്സ് അല്ലേ വരിക. തീറ്റയുടെ മാക്സിമം വാല്യൂ പൈ ആണ്. അപ്പോൾ തീറ്റ പൈ മൈനസ് തീറ്റ ആകുമ്പോൾ കോസ് തീറ്റ എന്താവും? കോസ് ഓഫ് പൈ മൈനസ് തീറ്റ മീൻസ് മൈനസ് കോസ് തീറ്റ, വിച്ച് ഷോസ് ദ കോസ് തീറ്റ ഹാസ് ഓഡ് പാരിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ Z=R cos θ എന്നുള്ള കോൺസെപ്റ്റ്, ആ ഒരു ഇക്വേഷൻ അതിൽ നിന്ന് വന്നതാണ് ഇത് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം 0 to തീറ്റേൻ്റെ റേഞ്ച് 0 to π അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to π cos θ dθ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം കോസ് തീറ്റ ഓഡ് പാരിറ്റിയാണ്. ഇനി സൈൻ തീറ്റ ആണെങ്കിൽ സൈൻ തീറ്റ ടെൻസ് ടു സൈൻ തീറ്റ തന്നെ ആയിരിക്കും. അതിന് ഈവൻ ഫംഗ്ഷനാണ് അണ്ടർ പാരിറ്റി. അപ്പോൾ പോളാർ കോർഡിനേറ്റ്സിൽ കോസ് തീറ്റക്കാണ് ഓഡ് പാരിറ്റി, സൈൻ തീറ്റക്കാണ് ഈവൻ പാരിറ്റി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെ എന്തായാലും ഈ ഇൻ്റഗ്രേഷൻ എന്തായിപ്പോൾ വാനിഷ് ആയിപ്പോൾ. അപ്പം ഈ ഇൻ്റഗ്രേഷൻ വാനിഷ് ആവും മീൻസ് ദർ ഈസ് നോ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ അതിൻ്റെ എനർജി അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി ഇത്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാലും അതിലെന്തുണ്ടാവില്ല? നോ ചേഞ്ച്, അല്ലെങ്കിൽ നോ ചേഞ്ചില്ല. എനർജി ലെവൽസ് അതേപോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞു ഡീജനറസി പെർട്ടർബേഷൻ റിമൂവ് ചെയ്യും. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്തല്ല? നോൺ ഡീജനറേറ്റ് അല്ല. അപ്പോൾ കറസ്പോണ്ടിങ് നോ പെർട്ടർബേഷൻ എഫക്റ്റും അതിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ലെവൽസിൻ്റെ കാര്യം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് പറഞ്ഞാൽ 4-fold ഡീജനറസിയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് 4 എനർജി ലെവൽസ് ഉണ്ട്. അപ്പോൾ അത് ഡീജനറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡീജനറേറ്റ് പെർട്ടർബേഷൻ തിയറി യൂസ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു സെക്കുലർ മാട്രിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ Psi A H' Psi B WA എന്നൊക്കെ പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിരുന്നു. ഞാനിവിടെ അതൊന്നുമില്ല, നേരിട്ട് അതേ സ്കാലർ പ്രൊഡക്റ്റ് W എന്നൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നേരിട്ട് ആ സ്കാലർ പ്രൊഡക്റ്റ് വെച്ചിട്ട് ആ സെക്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ സെക്കുലർ ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്തിട്ട് ഓരോ വാല്യൂസ് കറസ്പോണ്ടിങ് എനർജി ഈഗൺ വാല്യൂസ്, അവിടെ N/N മെട്രിക്സ് ആകുമ്പോൾ കറസ്പോണ്ടിങ് N വാല്യൂ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇവിടെ 4-fold ഡീജനറസിയാണ്. അപ്പോൾ നമുക്കൊരു 4/4 മെട്രിക്സാണ് ഉണ്ടാവുക. അപ്പോൾ 4/4 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 4/4 ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യണം സാധാ ഈഗൺ വാല്യൂ കാണുന്ന മെത്തേഡിൽ. സോ നമ്മളത് പ്രൊസീഡ് ചെയ്യാണ്. ഒരു കാര്യം വിട്ടുപോയി, ഇവിടെ എന്താണ് ഡീജനറസി അല്ലെങ്കിൽ ചേഞ്ച് ഒന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു ആറ്റം പ്ലേസ്ഡിനെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പം അതിൽ ചേഞ്ച് ഒന്നും ഇല്ല. നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് ഓഫ് എന്താ പറയുക ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുമ്പം അത് ഓറിയൻറ്റ് ചെയ്യും. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റും ഡീജനറസിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ചേഞ്ച് ഇൻ എനർജി ഇല്ല മീൻസ് അവിടെ എന്തില്ല? ഡൈപോൾ മൊമെൻ്റ് ഇല്ല. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഡീജനറസിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡീജനറസി ഉള്ള കേസിൽ അത് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് പറയാൻ വിചാരിച്ചത്, പിന്നെ ജസ്റ്റ് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നുള്ളത്. ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ അത് എടുത്ത് പറയും. ഓക്കെ, ഇപ്പോൾ ഡീജനറേറ്റ് കേസിൽ നമ്മൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഡീജനറേറ്റ് കേസിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻ്റ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതിയതാണ്. ഇത് Gth റൂട്ട് G/G മെട്രിക്സ് ആണ്, അതിന് കറസ്പോണ്ടിങ്ങളാണ്. അപ്പോൾ ഇതിന് G√(En)(1) ആണ്. ഇവിടെ നമ്മൾ 4/4 മെട്രിക്സ് അല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിവിടെ എനർജി ലെവൽസ് റെപ്രസെൻ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ വേവ് ഫംഗ്ഷൻ U200 U211 U210 U21 -1 എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പം ആ ഒരു കേസിൽ നമ്മൾ ആ 2 ഒരു ഷോർട്ട് ആക്കിയിട്ട് ആ 2 ഞാൻ എലിമിനേറ്റ് ചെയ്തു. U00 മീൻസ് U200 ആ 2 കൂടെ ഞാൻ എലിമിനേറ്റ് ചെയ്തിട്ട് ആ ക്യാരക്ടറിസ്റ്റിക്
ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. എന്നിട്ട് അത് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എനർജി ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4/4 ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ആണ്. ഫസ്റ്റ് U00, ദെൻ ഇവിടെ ശ്രദ്ധിക്കുക U00 റോല് കോമൺ ആണ്, ദെൻ കോളത്തിലേക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള U00 കോമൺ ആണ്. നിങ്ങൾ അതിനനുസരിച്ച് എഴുതാം. ഇത് റെപ്രസെൻറ്റ് U200, U210, U211, 21 മൈനസ് അത് 2 എന്നുള്ളതിനെ സപ്രസ് ചെയ്ത് ഓൾറെഡി പറഞ്ഞു. ദെൻ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെ U00 V U00 minus E2 of 1, U00 V U10, U00 V U11, U00 V U1 minus 1, U10 V U00, U10 V U10 minus of E2 of 1, U10 V U11, U10 V U1 minus 1, U11 V U00, U11 V U10, U11 V U11 minus of E2 of 1, U11 V U1 minus 1, U1 minus 1 V U00, U1 minus 1 V U10, U1 minus 1 V U11, U1 minus 1 V U1 minus 1 minus of E2 of 1. The determinant is equal to 0. നെക്സ്റ്റ് ഇനി ഡിറ്റർമിനൻറ്റിൻ്റെ സൊല്യൂഷൻ കാണാൻ നമ്മൾ ഇതിൽ ഓരോ ടേമും സോൾവ് ചെയ്യണം. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലായിട്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കുറച്ച് സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ ടേമിലേക്കുള്ള നമ്മുടെ വേവ് ഫംഗ്ഷനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അത് ആ ഒരു പ്രോപ്പർട്ടീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സൊല്യൂഷനും കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഇതിപ്പോൾ സ്റ്റേറ്റിന് നമ്മൾ UNLM വെച്ചിട്ടല്ലേ റെപ്രസെൻ്റ് ചെയ്ത്. ഇത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും എൻ വാല്യൂ എന്താണ് 2 ആണ്. അപ്പോൾ നമുക്ക് UNLM എന്നുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റിന് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? യൂസിങ് റേഡിയൽ പാർട്ടും സ്ഫെറിക്കൽ ഹാർമോണിക്സും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? RNL of R into YLM of theta phi. ഓക്കെ, ദെൻ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം UNLM is equal to RNL of R into YLM theta phi. ദെൻ അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂസ് എക്സിസ്റ്റ്. ഇതേപോലെ ഇത് വാല്യൂ കാണാൻ മീൻസ് എന്താണ്? ഇതിപ്പോൾ ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ U10 V U10 സ്റ്റാർ V U10 ഇൻറ്റു DQ ബാർ അല്ലേ ഇതിൻ്റെ ഈ സ്കാലർ ബ്രാക്കറ്റ്. ഇതിപ്പോൾ ആണെങ്കിൽ ഇൻ്റഗ്രൽ U11 സ്റ്റാർ V U10 ഇൻറ്റു DQ ബാർ. അപ്പോൾ നമ്മൾ വിൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി എഴുതുമ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. DQ ബാറൊക്കെ SPCയിലേക്ക് മാറ്റി ചെയ്യാനൊക്കെ ഉണ്ട്. കുറച്ച് നമ്മളെന്തായാലും അത് വെച്ച് ചെയ്ത് നോക്കാം. ആദ്യം അതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട ഇതിൽ ഓരോ ടേംസും കൺസിഡർ ചെയ്യുക. അതിൽ സ്ഫെറിക്കൽ ഹാർമോണിക്സിൻ്റെ ചില പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാരിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഏതൊക്കെ ടേംസ് ആദ്യം എക്സിസ്റ്റ് ആവുമെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ വെൻ ചൂസിങ് UNLM as RNL of R into YLM of theta phi, ജനറലായിട്ട് ഈ ഓരോ ടേമിനെയും മാറ്റി എഴുതാണ്. നേരത്തെ മെട്രിക്സിൽ എഴുതിയ UNLM V U N dash L dash N dash വേണ്ട, കാരണം ഇവിടെ എന്താണ് N സെയിം ആണ്. L dash M dash is equal to വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E ഇൻറ്റു YLM സ്റ്റാർ ഓഫ് theta phi ഇൻറ്റു YL dash M dash of theta phi sin phi theta phi ആ DQ ബാറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഇൻ്റഗ്രൽ 0 to infinity RNL of R RNL dash of R R square Z dr. We have Z is equal to R cos theta. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് E into E YLM star of theta phi YL dash M dash theta phi sin theta cos theta d theta d phi integral 0 to infinity RNL of R R NL dash of R R cube dr. ഇത് എപ്പോഴും എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റഗ്രലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ആംഗുലാർ പാർട്ടിൻ്റെ ഇൻ്റഗ്രേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ YLM പറഞ്ഞാലൊക്കെ എന്താണ്? സ്ഫെറിക്കൽ ഹാർമോണിക്സ് ആയിട്ടുള്ള YLMൻ്റെ പാരിറ്റി നമ്മൾ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. YLM ഓഫ് തീറ്റ ഫൈയുടെ പാരിറ്റി ഈസ് -1/L. എല്ലിൻ്റെ വാല്യൂവിനനുസരിച്ചിരിക്കും അതിൻ്റെ പാരിറ്റി, എയ്തർ ഇറ്റ് ഈസ് ഓഡ് ഓർ ഈവൻ. ഓക്കെ, എഗെയിൻ നമുക്കറിയാം കോസ് തീറ്റ സൈൻ തീറ്റൻ്റെ പാരിറ്റി 0 ആണ്. അപ്പോൾ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ട. ബട്ട് കോസ് തീറ്റൻ്റെ പാരിറ്റി ഓഡാണ്.
അപ്പം നമ്മൾ ഇതിലെ പാരിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രൽ, അതായത് സൈൻ തീറ്റയ്ക്ക് ഓൾറെഡി ഈവൻ പാരിറ്റി ആണല്ലോ, അപ്പം ഇതിൻ്റെ കൂടെ ഈവൻ പാരിറ്റി ഉള്ള ഒരു ടേം വന്നാൽ മാത്രമേ ഈ ഇൻ്റഗ്രൻ്റ് എന്താവുള്ളൂ, എക്സിസ്റ്റ് ആവുള്ളൂ. ഓഡ് പാരിറ്റി ആണെങ്കിൽ ആ ഇൻ്റഗ്രൽ എന്തായിപ്പോവും, വാനിഷ് ആയിപ്പോവും. അപ്പം നമുക്ക് ഈ സൈൻ തീറ്റ ഈ 3 ടേമിൻ്റെയും കൂടെ പാരിറ്റി മാത്രം കൺസിഡർ ചെയ്ത് അതിൻ്റെ പാരിറ്റി ഓഡാവുന്ന കേസും ഈവൻ ആവുന്ന കേസും എപ്പോഴാണെന്ന് നോക്കാം. ഓഡാവുന്ന കേസിൽ ഈ ഇൻ്റഗ്രൽ എന്തായിരിക്കും, വാനിഷ് ആവും. ഈവൻ ആവുന്ന കേസിൽ മാത്രമേ ഇതെന്താവുള്ളൂ, എക്സിസ്റ്റ് ആവുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ പാരിറ്റി, ഓരോന്നിൻ്റെയും പാരിറ്റി ചെക്ക് ചെയ്യാം. സോ നമ്മൾ പാരിറ്റി ടേംസ് കൺസിഡർ ചെയ്യുക എന്തിൻ്റെയൊക്കെ, YLM സ്റ്റാർ, YL ഡാഷ് M ഡാഷ് കോസ് തീറ്റ. അപ്പോൾ YLMൻ്റെ പാരിറ്റി -1/L സ്റ്റാർ കൺസിഡർ ചെയ്യേണ്ട കേട്ടോ, അത് കോംപ്ലക്സിനല്ലേ വരുള്ളൂ. ദെൻ YL ഡാഷ് M ഡാഷ് ആകുമ്പോൾ -1/L ഡാഷ് കോസ് തീറ്റൻ്റെ -1/1, കാരണം ഓഡ് പാരിറ്റിയാണ് നമുക്കറിയാം. അപ്പം പറഞ്ഞു ടോട്ടൽ പാരിറ്റി ഈവൻ ആവണം, ദെൻ ഇൻ്റഗ്രൻ്റ് എക്സിസ്റ്റ്. ടോട്ടൽ പാരിറ്റി ഓഡാണെങ്കിൽ ഇൻ്റഗ്രൻ്റ് എന്താവും, വാനിഷ് ആവും. അപ്പം ഈ ഒരു ടേമിൽ ഇത് ഈവൻ ആവുക മീൻസ് എന്താണ്, L+L'+1ൻ്റെ വാല്യൂ എന്തായിരിക്കണം, ഈവൻ ആയിരിക്കണം. എങ്കിൽ മാത്രമല്ല ഇതെന്താവുള്ളൂ, ഈവൻ പാരിറ്റി ആവുള്ളൂ. അപ്പം നമ്മളൊരു കൺസിഡർ ചെയ്യുകയാണ്, ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണ്. ഇഫ് L is equal to L ഡാഷ്, എല്ലിൻ്റെയും L ഡാഷിൻ്റെയും വാല്യൂ സെയിം ആണെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും, 12+1 is equal to 12+1 നമ്മൾ ചെക്ക് ചെയ്യാണ്. 12+1 is equal to ഈവൻ ആണോ, പോസിബിൾ ആണോ, അല്ല. 12 ഓൾറെഡി ഈവൻ ആണ്. അപ്പം ഈവൻ +1 എന്തായിരിക്കും, ഓഡായിരിക്കും. അപ്പം L is equal to L ഡാഷ് ആവുന്ന കേസിൽ ഇതിൻ്റെ പാരിറ്റി എന്തായിപ്പോവും, ഈ ടോട്ടൽ അല്ലെങ്കിൽ ആ ഇൻ്റഗ്രൻ്റിൻ്റെ ടോട്ടൽ പാരിറ്റി ഓഡായിപ്പോവും. അപ്പോൾ ഒരു ഓഡ് പാരിറ്റി ഉള്ള ടേംസും സൈൻ തീറ്റൻ്റെ ഈവൻ പാരിറ്റി ആകുമ്പോൾ ദാറ്റ് ഇൻ്റഗ്രൻ്റ് ബിക്കം വാനിഷസ്. ദാറ്റ് ഈസ് വെൻ L is equal to L ഡാഷ് ആവുമ്പം ഇൻ്റഗ്രൻ്റ് എന്താവും, വാനിഷ് ആവും. ഇൻ്റഗ്രൻ്റ് വാനിഷ് ആവും. ഇൻ്റഗ്രൻ്റ് വാനിഷ് ആവുക മീൻസ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ആ ഡിറ്റർമിനൻറ്റിലെ കുറേ എലമെൻറ്റ്സ് എന്തായിപ്പം സീറോ ആവുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, വെൻ L is equal to L ഡാഷ് ആവുമ്പോൾ കറസ്പോണ്ടിങ് ടേംസ് എന്തായിപ്പം വാനിഷ് ആയി മാറും. ഓക്കെ അല്ലേ? എങ്ങനെയാണ്, ഏതാണ് ടേംസ്, U N L M V U N L ഡാഷ് M ഡാഷിലെ ടേം സീറോ ആയിപ്പോവും വെൻ L is equal to L ഡാഷ് ആവുന്ന കേസിൽ. വെൻ L is equal to L ഡാഷ് ആവുന്ന കേസിൽ UNLM V UNL ഡാഷ് M ഡാഷിലെ ടേം എന്തായിപ്പോവും, സീറോ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഡിറ്റർമിനൻറ്റിലെ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനൻറ്റിലെ കുറേ എലമെൻറ്റ്സ് എന്തായിപ്പോവും, ക്യാൻസൽ ആയിപ്പോവും. ഇനി നമുക്ക് വേറൊരു കണ്ടീഷനും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ആ കണ്ടീഷൻ എന്താണ്, YLMൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ YLM ഈസ് പ്രൊപ്പോർഷണൽ ടു സം PLM ഓഫ് കോസ് തീറ്റ ഇൻറ്റു e⁵ ഈ ഒരു ഫാക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടിയും കൂടെ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കൂടെ കിട്ടാനുണ്ട്. YLM ഓഫ് θ∅ ഈസ് പ്രൊപ്പോർഷണൽ ടു PLM ഓഫ് കോസ് തീറ്റ e⁵. ഇനി നമ്മൾ ഇൻ്റഗ്രൻ്റ് ഒന്നുകൂടെ കൺസിഡർ ചെയ്യും. ഇൻ്റഗ്രൻ്റിലെ ഫാക്ടർ എന്താണ്, YLM സ്റ്റാർ θ∅ ഇൻറ്റു YL ഡാഷ് M ഡാഷ് θ∅. അതിന് പകരം ഞാൻ ഈ ഒരു ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ നമുക്ക് ഈ എക്സ്പൊണൻഷ്യൽ ഈ എമ്മിൻ്റെ വാല്യൂസിൻ്റെ കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അവിടെ എന്തുണ്ടാവും, ഈ YLM സ്റ്റാറിന് എന്തുണ്ടാവും, e⁻⁻∅ അതൊന്ന് എഴുതി കാണിക്കാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0 to 2π YLM സ്റ്റാർ θ∅ YL ഡാഷ് M ഡാഷ് θ∅ d∅. ഓൺലി ഫൈയിലുള്ള ഇൻ്റഗ്രേഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇൻ്റഗ്രൽ 0 to 2π e⁻⁻∅ e⁻⁻m ഡാഷ് ∅ d∅. ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ 0 to 5 e⁻i ഇൻറ്റു M ഡാഷ് -m∅ d∅. ഇതിൻ്റെ വാല്യൂ 0 ആവും വെൻ M നോട്ട് ഈക്വൽ ടു M ഡാഷ് ആവുന്ന കേസിൽ. M ഈക്വൽ ടു M ഡാഷ് ആവുന്ന കേസിൽ മാത്രമേ എന്താവുള്ളൂ, M ഈക്വൽ ടു M ഡാഷ് ആകുമ്പോൾ ഇത് 0 ആവും. ദെൻ 0 to π കംപ്ലീറ്റ് റെവല്യൂഷനിൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ വാല്യൂ d∅ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2π എന്ന് തന്നെ കിട്ടും. അപ്പം അതൊരു കണ്ടീഷനാണ്. അപ്പം വേറൊരു കണ്ടീഷൻ കിട്ടി, M - M ഡാഷ് ആവുന്ന കേസിൽ അല്ല എങ്കിൽ M ഈക്വൽ ടു M ഡാഷ് ആവുന്ന കേസിൽ മാത്രമേ ആ ടേംസ് എന്താവുള്ളൂ, എക്സിറ്റ് ആവുള്ളൂ. ഏത്, UNLM V UNL ഡാഷ് M ഡാഷ് എന്നുള്ള ടേം 0 ആവും എപ്പം, വെൻ M നോട്ട് ഈക്വൽ ടു M ഡാഷ്. അപ്പം നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, L ഈക്വൽ ടു L ഡാഷ് അല്ലെങ്കിൽ L നോട്ട് ഈക്വൽ ടു L ഡാഷ് ആകുമ്പം ഈ ടേം വാനിഷ് ആയിപ്പോവും. അതേപോലെ M നോട്ട് ഈക്വൽ ടു
L ഈക്വൽ ടു എൽ ഡാഷ് ആകുമ്പം ഈ ടേം വാനിഷ് ആയി പോവും. അതേപോലെ എം നോട്ട് ഈക്വൽ ടു എം ഡാഷ് ആകുമ്പോഴും ഈ ടേം വാനിഷ് ആയി പോവും. അങ്ങനെ നമ്മൾ നമ്മുടെ സെക്കുലാർ മാട്രിക്സ് ഈ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പം അതിൽ ഓരോ വാല്യൂസിലും ഏതൊക്കെ എക്സിസ്റ്റ് ചെയ്ത് പോകും നോക്കാം. അപ്പം ഇവിടെ എല്ലിൻ്റെ വാല്യൂ രണ്ടും എന്താണ് ഈക്വലാണ്. സോ ഇതെന്തായി പോവും, ക്യാൻസൽ ആയിപ്പോവും, ഈ ഒരു ടേം ഉണ്ടാവില്ല. ദെൻ ഇവിടെ എല്ലിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്, എമ്മിൻ്റെ വാല്യൂ സെയിം ആണ്, അപ്പോൾ ഈ ടേം എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഇവിടെ എല്ലിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്, പക്ഷേ എമ്മിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്, അപ്പോൾ ഈ ടേം എക്സിസ്റ്റ് ആവില്ല. ഇവിടെ എല്ലിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്, ബട്ട് എമ്മിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ദെൻ ഈ ടേമിൽ എല്ലിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്, എമ്മിൻ്റെ വാല്യൂ സെയിം ആണ്, അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യും. അതിൽ ഈ ടേം ഇതിലില്ലാത്തുള്ളൂ കേട്ടോ, ഈ ടേം ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ എല്ലിൻ്റെ വാല്യൂ സെയിം ആണ്, അപ്പോൾ ഈ ടേം എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെ എല്ലിൻ്റെ വാല്യൂ സെയിം ആണ്, എക്സിസ്റ്റ് ചെയ്യില്ല. എല്ലിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്, എമ്മിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്, എക്സിസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇത് പറഞ്ഞല്ലോ, എല്ലിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്, എമ്മിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യില്ല. എല്ലിൻ്റെ വാല്യൂ സെയിം ആണ്, എക്സിസ്റ്റ് ചെയ്യില്ല. എല്ലിൻ്റെ വാല്യൂ സെയിം ആണ്, എമ്മിൻ്റെ വാല്യൂ എല്ലിൻ്റെ വാല്യൂ സെയിം ആയതുകൊണ്ട് ഈ ടേം എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെ 1ഉം സെയിം ആയതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ദെൻ 1ഉം 0 ഡിഫറെൻ്റ് ആണ്, പക്ഷെ എമ്മിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയതുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെ 1ഉം എല്ലിൻ്റെ വാല്യൂ സെയിം ആണ്, എക്സിസ്റ്റ് ചെയ്യില്ല. 1ഉം എല്ലിൻ്റെ വാല്യൂ സെയിം ആണ്, എക്സിസ്റ്റ് ചെയ്യില്ല. 1ഉം എക്സിസ്റ്റ് ചെയ്യില്ല ഈ ടേം. അപ്പോൾ ആകെ എക്സിസ്റ്റ് ചെയ്യുന്ന ടേംസ് ഈ ടേമും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ടേമും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ രണ്ട് ടേമിൻ്റെയും ഈ -(e2)(e2)(1) എന്നുള്ള ടേമും എക്സിസ്റ്റ് ചെയ്യും. അപ്പം ഈ ഒരു ഡിറ്റർമിനൻറ്റിനെ എക്സിസ്റ്റ് ചെയ്യുന്ന ടേം മാത്രം എഴുതിയാൽ വി ഗെറ്റ്, നമുക്ക് എങ്ങനെ കിട്ടും, -(e2)(1) u00 v u10 00 u10 v u00 -(e2)(1) 00 00 -(e2)(1) 0 0 0 0 -(e2)(1) which is equal to 0. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ എന്താ ചെയ്യും, ഇതിൻ്റെ കോംപ്ലക്സ് ആണ് ഇത്. അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി ആക്ച്വലി അതിൻ്റെ കോംപ്ലക്സ് വാല്യൂസ്, അല്ലെങ്കിൽ അതിന് കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ സൈൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കണം. ഈ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി u00 പറഞ്ഞാൽ എന്തായിരുന്നു, u200 u10 എന്തായിരുന്നു, u210. ഇതൊക്കെ എങ്ങനെയാണ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ, ജനറൽ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ നമുക്കറിയാം. അതിൽ ജസ്റ്റ് എന്നിൻ്റെയും എല്ലിൻ്റെയും എമ്മിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അത് ഓർത്ത് വെച്ചിട്ട് കിട്ടുന്ന, ഒന്നെങ്കിൽ നിങ്ങൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആ റിസൾട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റിസൾട്ടാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് u00 v u10 ഈക്വൽ ടു, മറ്റേത് ചെയ്യാം അത്രയും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ. അത് ഓർത്ത് വെക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്താൽ അത്രയും ബെസ്റ്റാണ്. അല്ലെങ്കിൽ ജസ്റ്റ് കിട്ടുന്ന ഫൈനൽ ആൻസർ എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. സോ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് u200 പറഞ്ഞാൽ എങ്ങനെ എഴുതാം, r20 of r into y00 of θ5. ദെൻ r20 of rൻ്റെ വാല്യൂ എന്ത് വരും, 1/√8a0³ into 2 - r/a0 e⁻r/2a0 y00ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/√4π u200 becomes 1/8a0³ into 2 - r/a0 e⁻r/2a0 1/√4π. Similarly, u210 can be written as r21 of r into y10 of θ5. On substituting the value, we get 1/√24a0³ r/a0 e⁻r/2a0 y10. y10 is equal to √3/4π cos θ. ഓക്കെ, അപ്പം ഇക്വേഷൻ എന്താ, 1/√24a0³ r/a0 e⁻r/2a0 of √3/4π cos θ. അപ്പോൾ നമ്മൾ u00 v u10 കണ്ടുപിടിക്കുമ്പം വിൻ്റെ വാല്യൂ ഇ ഇൻറ്റു സെറ്റ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സെറ്റ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് കൊടുക്കും. ദെൻ d³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് അവസാനം ഇതിൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവില്ല, കാരണം സൈൻ തീറ്റയും ഇവിടെ കോസ് സ്ക്വയർ തീറ്റ വരും. കോസ് സ്ക്വയർ തീറ്റ പറഞ്ഞാൽ എന്താണ്, ഈവൻ പാരിറ്റി അല്ലേ, സ്ക്വയർ അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 അല്ല, അപ്പോൾ അതിനൊരു വാല്യൂ കിട്ടും -3e(a0). അതായത് u00 v u10ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് കാണേണ്ട എന്തായിരുന്നു, u10 v u00. അത് തമ്മിൽ കോംപ്ലക്സ് ആണ്. പക്ഷേ ഇവിടെ കോംപ്ലക്സ്
ടേംസ് ഒന്നുമില്ല, ഐ എന്നുള്ള ഇമാജിനറി നമ്പർ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ വാല്യൂം എന്ത് തന്നെയാണ്? -3 e a0. ദാറ്റ് ഈസ് u10 v u00ൻ്റെ വാല്യൂ എന്താണ്? ഇസ് ഈക്വൽ ടു -3 e a0. അപ്പം ഈ രണ്ട് വാല്യൂസും നമ്മൾ ആ ഡിറ്റർമിനൻറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ദെൻ നമ്മൾ എനർജി ഐഗൺ വാല്യൂസ് സോൾവ് ചെയ്യാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ഡിറ്റർമിനൻറ്റ് ആസ് -e2 of 1 -3 e a0 0 0 -3 e a0 -e2 of 1 0 0 0 0 -e2 of 1 0 0 0 0 -e2 of 1 which is equal to 0. ഇതൊരു 4/4 ഡിറ്റർമിനൻ്റ് ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4 എനർജി ഐഗൺ വാല്യൂസ് കിട്ടും. ആ എനർജി ഐഗൺ വാല്യൂസും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് 4/4 മെട്രിക്സ് സോൾവ് ചെയ്യാൻ അറിയെങ്കിൽ ആ മെത്തേഡിൽ ചെയ്താലും മതി. അങ്ങനെയാണെങ്കിൽ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. 4/4 മെട്രിക്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് വാല്യൂസ് മാത്രം, എനർജി ഐഗൺ വാല്യൂസ് മാത്രം ഓർത്ത് വെക്കുക. സോ വി ഗെറ്റ് ദ ഫോർ സൊല്യൂഷൻ ഇസ് e2 of 1 is equal to 3 e a0. ഇത് ചാർജും ഇത് ഫീൽഡും കേട്ടോ. e2 of 1 is equal to 4 സൊല്യൂഷനാണ്. -3 e a0, e2 of 1 is equal to 0, e2 of 1 is equal to 0. രണ്ട് സീറോയും then ഒരു പോസിറ്റീവ് 3 e a0, ഒരു നെഗറ്റീവ് 3 e a0യും വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് സ്റ്റാർക്ക് എഫക്റ്റിൻ്റെ റിസൾട്ട് മൂലമുള്ള എനർജി കറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ 4 എനർജി ലെവൽസ് അല്ലായിരുന്നോ ഡിസ്കസ് ചെയ്തത്? സെയിം എനർജിയുള്ള അല്ലെങ്കിൽ സെയിം എനർജിയുള്ള 4 ഡിഫറെൻറ്റ് ലെവൽസ്. ഈ ഡിഫറെൻറ്റ് ലെവൽസിൻ്റെ ഇതിൻ്റെയൊക്കെ എനർജി എന്താണ്? അപ്പം ഇതിന് ഓരോന്നിനുണ്ടായ കറക്ഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പം ടോട്ടൽ എനർജി എന്താണെന്നും കൂടെ, ടോട്ടൽ എനർജി മീൻസ് സ്റ്റാർക്ക് എഫക്റ്റ് അല്ലെങ്കിൽ ആ ഹൈഡ്രജൻ ആറ്റം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ അതിനുണ്ടാകുന്ന കറക്ഷനാണ് ഈ 4 എനർജി ഐഗൺ വാല്യൂസ്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജി മീൻസ് ഓൾറെഡി ഉള്ള എനർജി പ്ലസ് ഈ കറക്ഷൻ അല്ലേ. സോ ദ എനർജി കറക്റ്റഡ് ടു ദ ഫസ്റ്റ് ഓർഡർ ഈസ് അപ്പം ആ കറക്റ്റഡ് എനർജി ഫസ്റ്റ് ഓർഡർ എനർജി ലെവൽസ് എന്താണ്? E1 of 1, E1 2 3 4 പറഞ്ഞ 4 എനർജി ലെവൽസിനുള്ള ചേഞ്ചാണ്. ഫസ്റ്റ് E0 -3 E0, സെക്കൻഡ് ലെവൽസിന് E0 + 3 E a0, ദെൻ തേർഡും ഫോർത്തിൻ്റെയും എനർജി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം ഓൾറെഡി ഉള്ള ഡീജനറസി ഇവിടെ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. നേരത്തെ ഈ 4 ലെവൽസിനും എന്താണ് സെയിം എനർജിയാണ്. അതിൽ ഇവിടെ 2 ലെവൽസിന് അതേപോലെ എനർജി വന്നിട്ടുണ്ടെങ്കിലും 2 ലെവൽസിന് ഒരു ലെവൽസിൻ്റെ എനർജി കുറഞ്ഞു. എത്ര? 3 e a0 ഫാക്ടർ കുറഞ്ഞാണെങ്കിൽ ഒരു എനർജി 3 e a0 എമൗണ്ട് കൂടി. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പെർട്ടർബേഷനും ഡീജനറസിയും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പെർട്ടർബേഷൻ്റെ എഫക്റ്റ് മൂലം അല്ലെങ്കിൽ ഓൾറെഡി ഡീജനറേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റം ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചപ്പോൾ അല്ലെങ്കിൽ പെർട്ടർബേഷൻ്റെ എഫക്റ്റ് മൂലം എന്തായി, അതിൻ്റെ ഡീജനറസി റിമൂവ് ചെയ്തു. ഈ റിമൂവൽ ഓഫ് ഡീജനറസി എന്തുകൊണ്ടാണ്? ഈസ് ഡ്യൂ ടു ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർക്ക് എഫക്റ്റ്, ഹൈഡ്രജൻ്റെ സ്റ്റാർക്ക് എഫക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെക്കുലർ ഇക്വേഷൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് കിട്ടി. നമ്മൾ ഐഗൺ വാല്യൂസ് കണ്ടിട്ട് ആ ഐഗൺ വെക്ടർ കാണുമല്ലോ, ജസ്റ്റ് അതിൻ്റെ ആ ഏതൊക്കെ ഇതിപ്പോൾ 2 എണ്ണം ലീനിയർ കോമ്പൈൻ ചെയ്ത് ന്യൂ എന്താ പറയുക സ്റ്റേറ്റ് വെക്ടർ ഉണ്ടാകുന്ന ഫോം പോലെ ഉണ്ടാവും. ആ സ്റ്റേറ്റ് വെക്ടർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാ ഐഗൺ വാല്യൂസ് കണ്ടാൽ ഐഗൺ വെക്ടർ കാണാനുള്ള ഫോമിൽ യൂസ് ചെയ്തിട്ട് അതേ മെത്തേഡിൽ നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് സ്റ്റേറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമ്മളത് കാണാനായിട്ട് ഫസ്റ്റ് E2 of 1 പറഞ്ഞ 4 സൊല്യൂഷൻ കിട്ടില്ല. അത് ഫസ്റ്റ് സൊല്യൂഷൻ ആയിട്ടുള്ള -3 e a0 യൂസ് ചെയ്തിട്ട് E2 of 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമുക്ക് ഈ ടൈപ്പിൽ ഒരു സെക്കുലർ ഇക്വേഷൻ കിട്ടും. -3 e a0 -3 e a0 ഈ ടേം 0 -3 e a0 -3 e a0 0 0 0 0 -3 e a0 0 0 0 -3 e a0 into c1 c2 c3 c4 which is equal to 0. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്താൽ നമുക്ക് c1 c2 c3 അങ്ങനെ കണ്ടീഷൻസ് കിട്ടുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടും? -3 e a0 into c1 -3 e a0 c2 is equal to 0 എന്ന് കിട്ടും. അതിൽ -3 e a0 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ c1 + c2 is equal to 0. അപ്പോൾ ആ കണ്ടീഷന് c1 is equal to -c2 എന്ന് കിട്ടും. ദെൻ ഈ ഒരു എക്സ്പ്രഷൻ എന്ത് കിട്ടും? 0 0 -3 e a0 c3 is equal to 0, that is c3 is equal to 0. അതേപോലെ ഈ ഒരു ഇക്വേഷന് -3 e a0 c4 is equal to 0, c4 is equal to 0 കിട്ടും.
ഓക്കെ, അതൊന്ന് എഴുതാം. സോ അത് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ -3e_a0 c1 -3e_a0 c2 -3e_a0 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ c1 + c2 = 0 or c1 = -c2, put it as c. Then ഇതിൽ നിന്ന് c3 = 0, then this expression c4 = 0. അപ്പോൾ നമ്മൾ ലീനിയർ ഡീജനറേറ്റ് ലെവൽസിൻ്റെ അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീജനറേറ്റ് ലെവൽസിൻ്റെ സ്റ്റേറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ആസ് φ1 = c1 u200 + u210. ഇത് രണ്ടും എന്താണ്? 0 എന്നുള്ളത് എന്താണ്? ഡീജനറേറ്റ് സ്റ്റേറ്റ് അല്ല. അത് നമ്മൾ ആ സൊല്യൂഷൻ കിട്ടിയില്ല, ആ സൊല്യൂഷൻ കിട്ടിയ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സീൻ്റെ വാല്യൂ കൊടുത്താൽ c × u200 - 210. അപ്പം ഈ രണ്ട് വാല്യൂ നോർമലൈസ്ഡ് ആയിരിക്കണമെങ്കിൽ ഇതിൻ്റെ സീൻ്റെ വാല്യൂ എന്തായിരിക്കണം? 1/√2 ആയിരിക്കണം അല്ലേ? കാരണം 1/√2 പ്ലസ് ഡീജനറേഷൻ നിങ്ങൾക്കല്ലേ 1 + 1 ആയി. ഇതിപ്പം കോമ്പിനേഷൻ 1 + 1 ആകുമ്പോൾ √2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നോർമലൈസേഷൻ ഫാക്ടർ 1/√2. നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ യൂസേജ് ചെയ്താലും കിട്ടും. സിമിലർലി ഇതേപോലെ നമ്മൾ സെക്കൻഡ് സൊല്യൂഷൻ ആയിട്ടുള്ള ഇക്വേഷൻ, സെക്കൻഡ് സൊല്യൂഷൻ എന്താണ്? +3e_0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സിമിലർലി നമ്മൾ സെക്കൻഡ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ c1 = c2 = c എന്ന് കിട്ടും, c3 = c4 = 0. അപ്പോൾ φ2 പറഞ്ഞാൽ കിട്ടുന്നത് 1/√2 u200 u210. ഇത് രണ്ടും എന്താ ഞാൻ പറഞ്ഞു? അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിന്. അൺപെർട്ടർബ്ഡ് മീൻസ് ആ രണ്ട് ലെവൽസും നേരത്തെ പറഞ്ഞല്ലോ, ആ രണ്ട് ലെവൽസും അതായത് രണ്ട് ലെവൽസിന് എനർജി 0 ആയി കിട്ടിയില്ലേ, അത് കറസ്പോണ്ടിങ് u200യും u210ക്കും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന. അവിടെ പെർട്ടർബേഷൻ ഉണ്ടെങ്കിൽ പോലും എന്താണ്? അൺപെർട്ടർബ്ഡ്. ആദ്യം അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ അതായത് ഒരു എനർജി കറക്ഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഡീജനറസി ഇല്ലാത്തതിനുകൊണ്ട് അവിടെ എന്തില്ല, എനർജി കറക്ഷൻ ഒന്നുമില്ല. അപ്പം അവിടെ അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ അൺപെർട്ടർബ്ഡ് അതിൻ്റെ പെർട്ടർബേഷൻ റിമൂവ് ചെയ്താൽ നമുക്ക് അൺപെർട്ടർബ്ഡ് സിസ്റ്റം അല്ലേ കിട്ടുക. അല്ലെങ്കിൽ അങ്ങനെയും പറയാം. ഈ φ1 ഉം φ2 എന്താണ് അറിയാം? is the perturbed Hamiltonian converges when the perturbation removed. അല്ലെങ്കിൽ ഇത് രണ്ടും പെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഇപ്പം when the perturbation is removed. അവിടെ പെർട്ടർബേഷൻ റിമൂവ് ചെയ്താലും ഇനി പെർട്ടർബേഷൻ ഉണ്ടെങ്കിലും ആ എനർജി എന്ത് ചെയ്യുന്നില്ല, കറക്ഷൻ ഒന്നുമില്ല, ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ, അപ്പം നമ്മൾ ഈ u210യും u200ൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് എന്ത്? ആ സ്റ്റേറ്റ്സ്. ഇനി നമ്മൾ വേറെ രണ്ട് എനർജി ഈഗൻ വാല്യൂസ് കണ്ടു. രണ്ട് കറക്ഷൻ 0 ആയിട്ടും വേറെ രണ്ടെണ്ണം, അതായത് നമ്മൾ എനർജി കണ്ടല്ലോ, e0 + 3e_a0യും മറ്റേത് e0 - 3e_a0യും അല്ലേ. അപ്പോൾ നമ്മൾ അപ്പർ ലെവൽ പറഞ്ഞാൽ എപ്പോഴെന്തായിരിക്കും? e0 + 3e_a0. ഈ e0 ലെവലിൻ്റെ കേസ് ഒന്ന് കൺസിഡർ ചെയ്യാം. നമ്മൾ ആ ഡിറ്റർമിനൻ്റ് ഓരോ ടേംസ് കണ്ടുപിടിച്ചാൽ നമ്മൾ കണ്ടു u200 v u210 മാത്രമാണ് എന്ത്? നോൺ സീറോ. അല്ലെങ്കിൽ u210 v u210. ദാറ്റ് ഈസ് ബാക്കി ഓൾ അതർ ടേംസ് എന്ത് ചെയ്തിരുന്നു? വാനിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാർക്ക് എഫക്റ്റ് മൂലം ആകെ എഫക്റ്റ് ചെയ്യുന്നത് ഈ രണ്ട് ലെവൽസിനെയും മാത്രമാണ്. കാരണം ബാക്കിയുള്ളതിലൊന്നും നോ എഫക്റ്റ് അല്ലേ. അപ്പം ഈ രണ്ട് ലെവൽസ് അതായത് u200യും u210യും മാത്രമേ സ്റ്റാർക്ക് എഫക്റ്റ് ചെയ്യും. മീൻസ് ഈ രണ്ട് ലെവൽസ് മാത്രമേ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ φ1 ഉം φ2 കണ്ടു. φ1ൽ ഫസ്റ്റ് സൊല്യൂഷൻ -3e_0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടല്ലായിരുന്നു നമുക്ക് കിട്ടിയത്. അതായത് φ1 എന്നുള്ള സോ ഈ രണ്ട് ലെവൽസ് സ്പ്ലിറ്റ് ചെയ്താണ്. ഇനി നമ്മൾ നേരത്തെ φ1 കണ്ടുപിടിച്ചല്ലോ, ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്. അത് നമ്മൾ E(1) = 3e_a0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടല്ലേ കിട്ടിയത്. അപ്പോൾ ടോട്ടൽ എനർജി കറക്ഷൻ എന്താവും? E(0 + 3 × e_a0. ഈ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെവൽ വിൽ കൊളാപ്സ് ടു ദി സ്റ്റേറ്റ് φ1 = 1/√2 u200 - u210. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് എന്ത്? E(0 + 3e_a0. സിമിലർലി φ2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് E(1) = -3e_a0. അപ്പോൾ ടോട്ടൽ എനർജി E(0 - 3e_a0. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് കൊളാപ്സ് ടു 1/√2 u200 + u210. ഇനി നമ്മൾ രണ്ട് കേസിലും C3ൻ്റെയും C4ൻ്റെയും വാല്യൂസ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? φ3 and φ4 as u211 and u21 - 1 റെസ്പെക്റ്റീവ്ലി.
അപ്പം നമ്മൾ എനർജി കറക്ഷൻ കിട്ടി. ഇനി സ്റ്റേറ്റിലുള്ള കറക്ഷൻ. അപ്പം 4 സ്റ്റേറ്റ്സ് ഉണ്ട്, 4 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ 2 എണ്ണം ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് U200 ആൻഡ് U210. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും എനർജി എന്താണ്? സെയിം ആണ്. കാരണം എനർജി ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ എനർജി പറഞ്ഞാൽ 5-2ൻ്റെ എനർജി പറഞ്ഞാൽ ഈ ജസ്റ്റ് ഓൾറെഡി ഉള്ള എനർജിയിൽ നിന്ന് ഇത്രയും എമൗണ്ട് കുറയാണ്. 5-1ൻ്റെ എനർജി പറഞ്ഞാൽ ഓൾറെഡി ഉള്ള എനർജി EF0 എന്ന് ഇത്രയും എന്താണ് കൂടുക ചെയ്യുന്നത്. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ സ്റ്റേറ്റ്സും സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി ലെവൽസും കൂടെ നോക്കാം. സോ നമ്മുടെ സ്റ്റേറ്റ്സ് in the presence of electric field, the Hamiltonian H is equal to H0 plus Ez are for state as psi1 as phi1 plus sigma s lambda raised to s psi n of s with energy is equal to E0 plus 3 EEA0 and psi2 as phi2 plus sigma s lambda raised to s psi n of s with energy is equal to E0 minus 3 EEA0 and psi3 as phi3 plus sigma s lambda raised to s psi n of s with energy is equal to E0 and psi4 as phi4 plus sigma s lambda raised to psi n of s with energy is equal to E0. അപ്പോൾ നമ്മൾ എൻ്റെ സ്പ്ലിറ്റിംഗ് ലൈന് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മളെ കറക്ഷൻ ഒന്നുമില്ല. അപ്പോൾ കറസ്പോണ്ടിങ് ഡീജനറസി ഇല്ല, സ്പ്ലിറ്റിംഗ് ഇല്ല. അപ്പോൾ ഈ 1s ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ് U100. ദെൻ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് E0 അതിൻ്റെ നോർമൽ എനർജീനാണ്. അത് ഓൾറെഡി 4-ഫോൾഡ് ഡീജനറസിയാണ്. ആ 4-ഫോൾഡ് ഡീജനറസിയിൽ ഇവിടെ 2 ഡീജനറസി റിമൂവ് ചെയ്തു. ഇവിടെയും 2 ലെവലിന് ഇപ്പം ഇവിടെ നോക്കൂ, E0 സെയിം എനർജി സെയിം ലെവൽ എനർജി തന്നെ ഈ 2 ലെവലിൽ U211 U21-1 സെയിം എനർജിയാണ്. ബട്ട് 4-ഫോൾഡിൽ 2-ഫോൾഡായി മാറി 2 ഡീജനറസി എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. അപ്പോൾ ഒരു എനർജി ലെവൽ വിത്ത് എനർജി EF0 plus 3 EE0 സ്റ്റേറ്റ് ഏതാണ്? 1/√2 ഓഫ് U00 minus U10. വേറൊരു സ്റ്റേറ്റ് 1/√2 ഓഫ് U00 plus U10 വിത്ത് എനർജി EF0 minus 3EA0. അപ്പം നമ്മൾ സ്പ്ലിറ്റിങ് കണ്ടു, അതായത് പെർട്ടർബേഷൻ ഡീജനറസി റിമൂവ് ചെയ്യുന്നത് കണ്ടു. ഇനി നമ്മൾ നേരത്തെ ഒരു ഡൈപ്പോളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ഡീജനറസിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഡൈപ്പോൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാം. ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? P.E ആണല്ലേ. അപ്പോൾ P.E ഇവിടെ ഈ എനർജിൻ്റെ കേസിൽ ഈ ടേം ഉണ്ട്. അപ്പം ഇതിൻ്റെ P പറഞ്ഞ ഡൈപ്പോൾ മൊമെൻ്റ് അല്ലേ. ഈ ഒരു കേസിൻ്റെ ഡൈപ്പോൾ മൊമെൻറ്റ് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഡൈപ്പോൾ മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 3EA0 ഈസ് ദ ഡൈപ്പോൾ മൊമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദ ഡൈപ്പോൾ എന്നൊക്കെ അറിയാം. അപ്പോൾ ഈ ഡീജനറേറ്റ് പറഞ്ഞാൽ ഇതിൻ്റെ 4 ലെവൽസ് ഉണ്ടല്ലോ. ഈ ലെവൽസ് എന്താണ്? ഡൈപ്പോളിൻ്റെ ഓറിയൻറ്റേഷനെ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദർ ആർ 4 ഓറിയൻറ്റേഷൻ ഇൻ ഹൈഡ്രജൻ ആറ്റം: പാരലൽ, ആൻറ്റി പാരലൽ ആൻഡ് ടു നോർമൽ പൊസിഷൻ വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ്. പാരലൽ ഉണ്ട്, ആൻറ്റി പാരലൽ ഉണ്ട്, വിച്ച് ആർ ദീസ് 2 ആർ നോർമൽ പൊസിഷൻ വിത്ത് ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ നമ്മൾ ലീനിയർ സ്റ്റാർക്ക് എഫക്റ്റ് എന്നാണ് പറയുക. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത H' അല്ലെങ്കിൽ V is equal to EEZ എന്നല്ലേ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഈ ചേഞ്ച് ഇൻ എനർജി അല്ലെങ്കിൽ ഈ പെർട്ടർബേഷന് പാരാമീറ്ററായ ഈ സ്മോൾ എമൗണ്ട് ഓഫ് എനർജി എന്താണ്? ഫസ്റ്റ് ഓർഡർ ഇൻ ഇലക്ട്രിക് ഫീൽഡാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലീനിയർ ഓർഡറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ലീനിയർ സ്റ്റാർക്ക് എഫക്റ്റ് പറഞ്ഞത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഇതേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ കേസിലാണെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇങ്ങനെ പവർ കൂടുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ക്വാഡ്രാറ്റിക് സ്റ്റാർക്ക് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. ഇവിടെ ലീനിയർ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് വന്നത് എന്താണ്? ഇവിടെ ഈൻ്റെ ഓർഡർ ഫസ്റ്റ് പവർ ആയതുകൊണ്ടാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് സ്റ്റാർക്ക് എഫക്റ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. താങ്ക് യു.